നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗം ബി എക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം AI എന്ന് പറയുന്ന സംഭവം എത്ര വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്രിയേറ്റീവ് ഫീൽഡിൽ എയുടെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്, ചാറ്റ് GPT മുതൽ അങ്ങനെ പല പല ടൂൾസുകളുണ്ട്. ഇപ്പം എയുടെ ഒരു റെവല്യൂഷൻ വന്ന സമയത്ത് ഇത് ഇപ്പോൾ ഒരു തുടക്കകാലമാണ്. ആ സമയത്ത് വന്നൊരു വലിയൊരു കാര്യം വെച്ചാൽ ഹോളിവുഡിലൊക്കെ സ്ട്രൈക്ക് ഉണ്ടായി. റൈറ്റേഴ്സിന് ഇനി ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിന് ജോലി ഉണ്ടാവില്ല. ആ സമയത്ത് ഞാൻ വിശ്വസിച്ചൊരു കാര്യം, ഇതും ഒരു കോ എക്സിസ്റ്റൻ്റ് ആയിട്ട് പോകത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിനെ ഇത് കൂടുതൽ സഹായിക്കത്തേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഞാൻ ഇന്നലെ ലിങ്ക്ഡിൻ്റെ അതിൽ ഒരു AI ഉപയോഗിച്ചിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് എൻ്റെ കിളി പോയി. ഇതാണിപ്പം AI ചെയ്യാൻ, ഈ ഒരു കാര്യമാണ് ഇപ്പോൾ എഐക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ഡൗൺ ദി ലൈൻ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ടോട്ടലി ഷിഫ്റ്റായി മാറി എഐക്ക് മാത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫിലിം മേക്കേഴ്സൊക്കെ റോഡിൽ വരും. എന്തായാലും ആ വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കണ്ടിട്ടൊന്ന് റിയാക്ട് ചെയ്യാം. സിറ്റിയിലുണ്ടായ ഐസ്ക്രീം തിരോധാനങ്ങൾക്ക് പിന്നിലെ മാസ്റ്റർ മൈൻഡ് 10 വയസ്സുകാരനായ ഏവർക്കും പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ. അമ്മമാരെ മുൾമുനയിൽ എന്ത് ഒറിജിനാലിറ്റിയാ! ഐസ്ക്രീമുകൾ കൈക്കലാക്കിയ കണ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ കാഴ്ചകളിലേക്ക്. നഗരത്തിലെ വീടുകളിലും കടകളിൽ നിന്ന് ഇത്രയും അധികം ഐസ്ക്രീമുകൾ, ഇതിന് പിന്നിലെ ഉദ്ദേശം? എന്നെ അറിയാവുന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. എന്തുകൊണ്ട് സ്കീ മാത്രം? ഇതിന് പിന്നിൽ മറ്റൊരു വലിയ ശക്തി കൂടി ഉണ്ടെന്ന് അറിഞ്ഞല്ലോ. ആ പറ കൃഷ്ണ. 5 പോലെ 5000 പേർക്ക് അത് ധാരാളം. ജായിക ബൈജാൻ. This Vishu and Easter make every indulgence divine. It's key time. ഇത് സ്കീ ഐസ്ക്രീംസിന് വേണ്ടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിലെ ഹെയറിൻ്റെ ടെക്സ്ചർ മുതൽ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മതി, അത്ര റിയലിസ്റ്റിക് ആയിട്ട് വന്നിരിക്കുന്നത്. സ്കിന്നിൻ്റെ ഇതും എല്ലാ കാര്യം. നമ്മൾ ആനിമേഷൻ ഇൻഡസ്ട്രി വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം കൈൻഡ് ഓഫ് ടുവേഴ്സ് റിയാലിറ്റിയിലൊക്കെ കണ്ട് ടിൻറ്റിൻ പോലുള്ള ആനിമേറ്റഡ് മൂവീസൊക്കെയാണ്. പിന്നെ വന്ന പല VFXിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഇമേജ് ക്രിയേറ്റ് അല്ലെങ്കിൽ CGI വഴി ക്രിയേറ്റ് ചെയ്തതൊക്കെ. പക്ഷേ അതിനൊക്കെ ഒരുപാട് സമയമായിരുന്നു ചെയ്യാൻ. ഇവർ ഈ സംഭവം ചെയ്തത് 6 ദിവസം കൊണ്ടാണ്. 1500 ഫ്രെയിംസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതായത് 6 ദിവസം. അത് ഈവൻ എയുടെ ബിഗിനിങ് സ്റ്റേജാണ് ഇത്. AI ഇപ്പം ഫുള്ളായിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊക്കെ 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഇനിയൊരു 10 വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഷുവറാണ്. കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ആർട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഫിലിം മേക്കിംഗ് എന്ന് പറയുക, ആർട്ട് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ കംപ്ലീറ്റ് പോകും. ഇത് ഫുള്ള് AI ടേക്ക് ഓവർ ചെയ്യും. ആർട്ട് ഫിലിംസിൻ്റെ കാര്യത്തിൽ 100% ഉറപ്പാണ്. കാര്യം സിനിമ പോലല്ല ആർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്. കാര്യം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അതിൻ്റെ അപ്പുറം അവർക്ക് വേറെ പ്രത്യേകിച്ച് പണ്ടൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോറി ടെല്ലിങ്ങിനൊക്കെ മെയിൻ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇവരൊരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു ലിമിറ്റ് അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എത്ര പൈസ കാര്യം ഈ ഒരു ആഡ് ചെയ്യാൻ റിയലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 ലക്ഷം രൂപയിലും മിനിമം ആയനുമായിരുന്നു. പക്ഷെ ഇത് അവരെത്ര ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിൽ അവരിത് ചെയ്ത് തീർത്തു. 6 ദിവസം കൊണ്ട് തീർച്ചു. ഇതൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എത്ര ദിവസം എടുത്തതിന് ഷൂട്ട് ചെയ്യാൻ തന്നെ. സോ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പം ഇൻഫിനിറ്റിയാണ്. എത്ര വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. മേ ബി സിനിമയിൽ ഇത് എത്രത്തോളം വരുമെന്ന് അറിയില്ല. കാര്യം സിനിമയിൽ എപ്പോഴും ആക്ടേഴ്സിനെ നമ്മൾ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സിനിമകൾ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ആ രീതി വരുമ്പോൾ മേ ബി സിനിമയിൽ അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടൊരു മാർഗ്ഗമായിട്ട് മാറുമായിരിക്കും. പക്ഷേ അത് മേ ബി ടേക്ക് ഓവർ ചെയ്യില്ലായിരിക്കും. പക്ഷേ ആർട്ട് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ ടേക്ക് ഓവർ ചെയ്യും. കാര്യം അവർക്ക് അതിൻ്റെ അകത്തിൽ ആർട്ട് ഫിലിം മേക്കിങ്ങിൻ്റെ അകത്ത് ജസ്റ്റ് അവർക്ക് പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുക, അതിൻ്റെ അകത്ത് ഒരു സ്റ്റോറി ഡ്രിവനായിട്ടൊരു സംഭവം കാണിക്കുക. അതിൻ്റെ അപ്പുറം പ്രത്യേകിച്ച് ഒരു ആക്ടർ ഇല്ലെങ്കിൽ തന്നെയും അതൊരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സെല്ലായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്ലേസ്മെൻറ്റ് പ്രോപ്പറാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ റീച്ച് മാക്സിമം ഓഡിയൻസിലോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റിയലായിട്ടുള്ള ആക്ടേഴ്സിനെ എടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതെന്തെങ്കിലും റീപ്ലേസ് ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആർട്ട് ഫിലിം മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ AI കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ ചെയ്യും. സിനിമയുടെ കാര്യങ്ങൾ നമുക്കറിയില്ല, ഭാവിയിൽ നമുക്ക് നോക്കേണ്ടി വരും. പക്ഷേ ഇനി ഇതിലാകെ ഒരു പ്രതീക്ഷയുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം മേ ബി അതിനുവേണ്ടി മനുഷ്യനെ ഉപയോഗിച്ചേക്കാം. കാര്യം AI വരുന്ന പല സ്ക്രിപ്റ്റുകളും പല ഒരുപാട് അതിൻ്റെ അകത്ത് ഒരിക്കലും ഫ്രഷ് ഐഡിയ ഉണ്ടാവാറില്ല. പക്ഷേ നമുക്ക് എക്സിക്യൂഷൻ നല്ലപോലെ എളുപ്പം ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രഷ് ഐഡിയകൾ ഉണ്ടാവില്ല. ആ ഐഡിയ എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നു അപ്പോഴും മനുഷ്യൻ്റെ തലച്ചോറിൽ തന്നെ ആയിരിക്കും വേണ്ടത്. പക്ഷേ ടെക്നിക്കൽ സൈഡിന് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാനും AI കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സോ ഓഫ് കോഴ്സ് AI വിൽ ടേക്ക് ഓവർ ദി ഫിലിം മേക്കിംഗ് ഇൻഡസ്ട്രി. ബൈ. കൂടുതൽ വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.